വിഷയത്തില് ഞങ്ങൾ CPM-നെ പരിഹസിക്കും, ഞങ്ങൾ വിമർശിക്കും, ഞങ്ങൾ കുറ്റപ്പെടുത്തും. കാരണം അതുപോലത്തെ ഒരു ചതിയാണ് CPM കേരളത്തിലെ ജനങ്ങളോട് ചെയ്തത്. പരിപാവനമായിട്ടുള്ള, പുണ്യമായി എല്ലാവരും കാണുന്ന ശബരിമലയിൽ അവിടുത്തെ ആചാരങ്ങൾ ലംഘിക്കാൻ വേണ്ടി വളരെ പവർഫുൾ ആയിട്ട് അവിടെ കോടതി വിധി നടപ്പാക്കാൻ വേണ്ടിയല്ല പിണറായി വിജയൻ സർക്കാർ ശ്രമിച്ചത്. കോടതി വിധിയെ മറയാക്കിക്കൊണ്ട് തങ്ങളുടെ നിഷ്ഠ താല്പര്യങ്ങൾ, തങ്ങളുടെ അജണ്ട, അത് വളരെ വ്യക്തമാണല്ലോ. കാരണം കേരളത്തിലുള്ള മുഴുവൻ ആളുകളും പുനഃപരിശോധനാ ഹർജിയുമായി മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ അവിടെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രിയോട് പറഞ്ഞു എന്നാ പറയുന്നത്, തിടുക്കപ്പെട്ട് ഈ കോടതി വിധി നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കരുത്, നമുക്ക് ഉടൻ തന്നെ ഇതിനുമായി ബന്ധപ്പെട്ട് പുനഃപരിശോധനാ ഹർജി നൽകണം. അന്ന് പിണറായി വിജയൻ പറഞ്ഞത് ഉടൻ തന്നെ അടിയന്തരമായി ഈ കോടതി വിധി നടപ്പാക്കണമെന്നാണ്. അപ്പോൾ എന്ത് സാഹചര്യമാണ് ഈ കോടതി വിധി നടപ്പാക്കാൻ വേണ്ടി അന്ന് ഉണ്ടായിരുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങളോട് ഈ 7 അല്ലെ 8 വർഷങ്ങൾക്ക് ശേഷമെങ്കിലും പറയുവാനുള്ള ഉത്തരവാദിത്വം CPM കാണിക്കണം. ഇത് 2017 കോടതി വിധി വന്നപ്പോൾ ഉള്ള സാഹചര്യം മാത്രമല്ല, 2020 ഈ ഭരണഘടനാ ബെഞ്ച്, 9 അംഗ ഭരണഘടനാ ബെഞ്ച് 2020 ഇതുമായി ബന്ധപ്പെട്ട പ്രാരംഭ വാദങ്ങൾ കേട്ടപ്പോൾ അന്നും ഈ പിണറായി വിജയൻ സർക്കാർ എടുത്ത നിലപാട് എന്ന് പറയുന്നത് ഈ യുവതീ പ്രവേശനത്തിന് എതിരായിട്ടുള്ള, അവര് പറഞ്ഞതാ ഈ റിവ്യൂ ഹർജികൾ പോലും പരിഗണിക്കരുത്. ഓർത്തോളം 2017 ശേഷം വലിയ പ്രതിഷേധം കേരളത്തിലുണ്ടായി. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി പോരാടി. ആയിരക്കണക്കിന് ആളുകൾ കേസിൽപ്പെട്ടു, നിരവധി ആളുകൾക്ക് പരിക്കേറ്റു, പോലീസ് ക്രൂരമായി അടിച്ചമർത്തൽ നടത്തി. ആക്ടിവിസ്റ്റുകൾ എന്ന പേരിൽ യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിച്ച് അവിടുത്തെ ആചാരത്തിന് ഭംഗം വരുത്തി ശക്തമായ പ്രതിഷേധമുണ്ടായി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി CPM-നുണ്ടായി. എന്നിട്ടും 2020 ഈ 9 അംഗ ബെഞ്ച് ഇതിന്റെ പ്രാരംഭവാദം കേട്ടപ്പോൾ അന്നും സർക്കാർ എടുത്ത നിലപാട് ഈ റിവ്യൂ ഹർജികൾ അനുവദിക്കുവാൻ പാടില്ല. ഇപ്പോൾ 6 വർഷം കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് CPM നിലപാട് മാറ്റിയത്?